ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വാർത്ത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവില്ലേ? രഞ്ജിത്താണ് വിഷയം. ഇന്നത്തെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചെയ്തിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. അപ്പൊ എന്ത് പറയാനാണെന്ന് വെച്ചാൽ കുറെ വാർത്തകളും പീഡന കഥകളും ഒക്കെ ഇങ്ങേരുടെ പേരിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ പറയുന്ന പോലെ ഒരു നടപടി എടുക്കാത്തപ്പോൾ ഇങ്ങേർക്കൊരു ധാർഷ്ട്യമായി മാടമ്പി രീതിയിൽ പിന്നെയും കട്ടുകൊണ്ട് കള്ളം മുന്നോട്ടെന്നൊക്കെ പറയുന്ന രീതി ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള രീതിക്കുള്ള പോക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഏതായാലും എവിടെയെങ്കിലും ഒരു വിധി കാത്തു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇന്നാള് നമ്മൾ കണ്ടായിരുന്നു ബംഗാളി നടിയുടെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗേ ആയ ഒരു പയ്യൻ അവൻ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിലാണെങ്കിൽ പോലും ഇന്ന് വരെ ഒരു പുരുഷൻ ഇങ്ങനെ ഒരു പരാതിയായിട്ട് ഈ രഞ്ജിത്തിനെ അല്ലാതെ വേറൊരാളെ കുറിച്ചും വന്നിട്ടില്ല. ഇപ്പൊ സിദ്ദിഖിനെ കുറിച്ച്, മുകേഷിനെ കുറിച്ച്, മണിയമ്പിള്ള രാജുവിനെ കുറിച്ച്, ബാലേന്ദ്ര മേനോനെ കുറിച്ച്, ജയസൂര്യയെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സ്ത്രീകളാണ് കൊടുത്തത്. ഇവിടെ ഒരു പുരുഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ എന്തോ പാർട്ടിയുടെ ഒരു സ്വാധീനവും വലിയ ആളൊക്കെ ആണെന്നുള്ള രീതിയും ഒരു മാടമ്പിത്തരമൊക്കെ ആണല്ലോ പുള്ളിക്കാരന്. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോന്നു. അവസാനം ചെന്ന് ഒരു നല്ല കുടുക്കില് വീണ്. അതിന്റെ കാര്യം ആ കുടുക്കില് ഇങ്ങേര് പോയി പെടുവെന്ന് ഇങ്ങേർക്ക് 1% പോലും ഉറപ്പില്ലാത്ത പോലെയും തോന്നുന്നുണ്ട്. കാരണം അത് ഈ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. തിക്കുറിശിയുടെയൊക്കെ കാലഘട്ടത്ത് തുടങ്ങിയ ഒരു സംഭവമാണ്. കൂടെ കിടന്നിട്ട് ചാൻസ് കൊടുക്കുക. അപ്പം ഏറ്റവും നല്ല വേഷം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കൂടെ കിടത്തും. അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസറുടെയും ഡയറക്ടർമാരുടെയും എല്ലാം സെറ്റിലെത്തിയിട്ട് ഡയറക്ടറെ മുറി കയറി കിടപ്പ് കഴിഞ്ഞതിന് ശേഷം സെറ്റില് പോയി മേക്കപ്പ് ഇട്ട് അഭിനയിക്കുന്ന നടിമാര് ആ കാലത്തുണ്ടെന്നൊക്കെയാണ് ഗോസിപ്പ് കോളങ്ങളിൽ നമ്മൾ വായിച്ചിരിക്കുന്നത്. നമ്മൾ വലിയ ആരാധിക്കുന്നവരായ നടികളെ കുറിച്ചൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഗോസിപ്പായിരിക്കും, ചിലപ്പോൾ ഉള്ളതായിരിക്കും. ഏതായാലും ഇപ്പോഴത്തെ ബിരുദന്മാരെങ്ങനെയാന്ന് വെച്ചാൽ ഈ കാസ്റ്റിംഗ് കൗച്ചൊക്കെ പറഞ്ഞ് നല്ല വേഷം കൊടുക്കാന്ന് പറയും, കൂടെ കിടത്തും, പക്ഷെ വേഷം കൊടുക്കത്തുമില്ല. ഏതായാലും ഇപ്പൊ കഥയൊക്കെ ആകെ മാറി. ഇപ്പം കാരവാൻ സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയെന്നും കൂടെ പറയാൻ വേണേ കാരവാന്റെ കാര്യം. അപ്പൊ കാരവാനിലൊക്കെ വെച്ച് കയറി പിടിച്ചെന്നാണ് പുതിയ കഥ വന്നിരിക്കുന്നത്. പക്ഷെ ആ പെൺകുട്ടി പരാതി കൊടുത്ത് 2 മാസം കഴിഞ്ഞാണ്. ഈ 2 മാസം ഈ പെൺകുട്ടി ഞാൻ എന്താണ് അനുഭവിച്ചെന്നുള്ളതിന്റെ വ്യാപ്തി അളന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. 2 മാസം കഴിഞ്ഞാണ് കൊടുത്തത്. ഓൺ ദ സ്പോട്ടിൽ കൊടുക്കല്. ഈ ഓൺ ദ സ്പോട്ടിൽ പെൺകുട്ടികൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതിന് ഉത്തരവില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കമന്റ് ബോക്സ് വായിച്ചതാണ്. കമന്റ് മൊത്തം ഈ പെൺകുട്ടികൾക്കെതിരായിരിക്കും. എവിടെ എന്തെടുക്കുമായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് നല്ല വേഷം തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ നല്ല വേഷം കിട്ടാതെ വന്നപ്പോ നിങ്ങൾ കേസ് കൊടുക്കുന്നല്ലേ എന്നുള്ള ഒരു ചോദ്യം വരും. അതിനൊന്നുമല്ല, അവനവനെ കയറി പിടിച്ചു എന്നൊരു തോന്നലുണ്ടായ ആ സമയത്ത് തന്നെ അതിനെതിരെ പ്രതികരിക്കണം, വേണ്ടേ? ഇപ്പൊ വാർത്തകളിലേക്ക് പോവാം. നടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. തൊടുപുഴയിൽ വെച്ചാണ് പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പുതിയ ചിത്രത്തിലെ യുവ നടിയാണ് ഈ പരാതിക്കാരി. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. കൊച്ചി ഇപ്പോൾ തൊടുപുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ അവിടെ എത്തും. അതിനുശേഷം രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കൊച്ചി പോലീസിന് ഉടൻ തന്നെ തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കൈമാറും. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. പീഡനം നടന്നത് 2 മാസം മുമ്പാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതൽ ഈ കുട്ടി വാർത്തയിൽ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് 2 മാസം. ഞാൻ ആദ്യമായി പറഞ്ഞുള്ള 2 മാസം കഴിഞ്ഞാണ് ഈ സംഭവം നടന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞാണ് ഈ പരാതിപ്പെട്ടിരിക്കുന്നത്. വാർത്തയ്ക്കിടയിൽ പറയുന്നുണ്ട് നല്ലൊരു വേഷം കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നും പറയുന്നുണ്ട്. വേറൊരു വാർത്ത കൊണ്ടുവന്ന് കേൾക്കാം. സംവിധാനം വരികയും അവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി അവരുടെ ഒരു പ്രൈവറ്റ് ആയിട്ട് തന്നെ ഒരു സ്ഥലം എന്ന രീതിയിൽ കണക്കാക്കാൻ കഴിയും. അങ്ങനെയാണ് കാരവൺ ഒരു സംസ്കാരം തന്നെ മലയാള സിനിമയിൽ വരുന്നത്. എന്നാൽ സംവിധായകന് പ്രത്യേക കാരവൺ ഉണ്ട്. നടി തന്റെ ഷൂട്ടിംഗ് ഏകദേശം പൂർത്തിയാക്കി പിന്നീടുള്ള തുടർ ചർച്ചകൾക്ക് കാര്യങ്ങൾ ചോദിക്കാനാണ് ഈ കാരവണിലേക്ക് സംവിധായകൻ വിളിച്ചത് പ്രകാരം അവിടേക്ക് പോകുന്നത്. തുടർന്നാണ് താൻ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ദുരനുഭവമാണ് താൻ അവിടെ നേരിട്ടത്. തന്നെ ഇദ്ദേഹം ലൈംഗികമായി കടന്നുപിടിക്കാൻ ശ്രമിച്ചു, ആ രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, പ്രതിരോധിക്കാൻ കൃത്യമായി നടി ശ്രമിച്ചു. ഒരു തരത്തിലാണ് ആ കാരവണിൽ നിന്ന് നടിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. ആ ദിവസങ്ങളിൽ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു താനെന്നും, പക്ഷെ പിന്നീടാണ് താൻ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു അതിക്രമമാണ് നേരിട്ടത് ആ ബോധ്യം തനിക്ക് വന്നു. തുടർന്നാണ് പരിശോധനയ്ക്കും ഇത്തരം ഒരു മൊഴി നൽകാനും പോലീസിനോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് ഒരു വിശദമായി തന്നെ പരാതി നൽകാനും നടി തീരുമാനിച്ചത്. പിന്നീടാണ് താൻ അത്ര ഗുരുതരമായ ഒരു ഇതിനാണ് വിധേയമാക്കപ്പെട്ടതെന്നുള്ള ഒരു ചിന്ത വന്നത്. അങ്ങനെയല്ല, കയറി പിടിച്ച ആ നിമിഷം കാരവാനിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം നേരെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോവുക. അപ്പോഴാണെങ്കിൽ നേരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമോ, ആ ഇട്ടിരുന്ന ഡ്രസ്സ് ഒക്കെ പരിശോധിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാം കയറി പിടിച്ചെന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ സ്ത്രീ സംരക്ഷണ നിയമമൊക്കെ ഉള്ളതുകൊണ്ട്
2 മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാനിവിടെ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യാന്ന് നിങ്ങൾ ഒരു കാരണവശാലും ഓർക്കരുത്. ഇത്രയും ഊളയായ ഒരു മനുഷ്യൻ, ഇത്രയും നരച്ച് ഒരു പരുവായിട്ടും മലയാള സിനിമയിലില്ലെന്ന് പറയാം. ആദ്യകാലത്തെ ഇയാളുടെ കഥാപാത്രങ്ങളുടെ സിനിമയിലെ കഥാപാത്രത്തിനെ കണ്ട് നമുക്ക് വളരെയധികം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത്ര ഊള വേറെ ഒരാളുമില്ല. കാരണം ഒരു പുരുഷനെ പോലും വെറുതെ വിടുകയില്ല. ഇതിന്റെ ഇടയ്ക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഈയുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് രേവതിയാണ്. ആ രേവതിയെ പറ്റിയൊക്കെ നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്, ചെറുപ്പം തൊട്ടുള്ള സിനിമകളിലൊക്കെ രേവതിയൊക്കെ കണ്ട് രേവതിയൊക്കെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള രേവതി, ശോഭന, ഉർവശി എന്നൊക്കെ പറയും. നിങ്ങളെല്ലാം വെള്ളടിയൊക്കെ ഉണ്ട്, എന്നാലും ഒരു ഇതുള്ള. പക്ഷെ ആ രേവതിയാണ്. ഒരു പയ്യനെ കയറി അവനുമായിട്ടുള്ള ഇത് കഴിഞ്ഞിട്ട് ആ ഫോൺ ചെയ്ത് രേവതിയോട് പറയുന്നുണ്ട്. ആ പയ്യനത് രേവതിയാന്ന് പറയുന്നില്ല, പക്ഷെ രേവതിയുടെ പല ഇന്റർവ്യൂവിലും ഏറ്റവും അടുത്ത ഫ്രണ്ടും എല്ലാം രഞ്ജിത്താന്ന് പറയുന്നുണ്ട്. എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വാണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ നടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നോട് പറഞ്ഞ് ആ പിന്നെ താജിലുണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ, ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട്, കാരണം ഒരു തിരക്കഥാകൃത്തുകൂടെ ആണല്ലോ. അപ്പം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിങ് ആയി നിന്നത്. തിരക്കഥാകൃത്ത് ഈ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടി, അതൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ആ പെൺകുട്ടി കൊണ്ട് പരാതി കൊടുക്കുന്നു. പക്ഷെ ഇവരൊക്കെ സിനിമാ ജീവിതം ആരംഭിച്ച കാലം തൊട്ട് ഈ മാടമ്പിത്തരവും ഈ ധാർഷ്ട്യവും ഈ മേൽക്കോയ്മയും എല്ലാം വെച്ച് അട്ടയ്ക്ക് ഭരിച്ച് മലയാള സിനിമ തന്നെ അട്ടയ്ക്ക് ഭരിച്ചിട്ട് മറ്റേ SFI എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച കോളേജ് കാലത്ത് പ്രസംഗിക്കുന്ന ആ ഒരു രീതിക്കൊക്കെ ഒരു പ്രസംഗം പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ? ഭയങ്കര സഖാവാണല്ലോന്നേ. ഈ പറയുന്നത് ഞാനും കോളേജിൽ പഠിക്കുമ്പോൾ സഖാവ് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പൊ അല്ല, ഇപ്പൊ എനിക്ക് ഒരു പാർട്ടിയിലും അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, പണ്ടേ ഉള്ളു. ഇപ്പൊ ഒരു പാർട്ടിയില്ല. അപ്പം ഈ എല്ലാ പെണ്ണുങ്ങളെയും കയറി പിടിച്ച് അതിൽ കുറെ അധികം പെണ്ണുങ്ങള് അതിനെല്ലാം സമ്മതിച്ചു കൊണ്ട് കൊടുത്ത് അതിന്റെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് അഴിഞ്ഞാട്ടം നടത്തുന്ന സ്ത്രീകളുമുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി ഇപ്പൊ ഇന്ന് ഞാൻ കണ്ട ഈ ഒരു പയ്യൻ ഇട്ടിരിക്കുന്ന ഒരു റീല് കണ്ടാണ്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് അല്ലെങ്കിൽ ഇങ്ങനെ കയറി പിടിക്കുക അല്ലെ ഇങ്ങനെയുള്ള സംഭവങ്ങള് സ്ത്രീകള് അല്ലെ പെൺകുട്ടികൾ മാത്രം അനുഭവിക്കുന്നതേ നമ്മൾ അറിയുന്നുള്ളൂ. ആൺകുട്ടികൾ ഇതിനെക്കാട്ടും കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും ഈ രഞ്ജിത്തിന്റെ ഈ സ്വഭാവം ഈ പയ്യൻ പറഞ്ഞതും കൂടെ ഞാൻ ഓർത്തു. ബംഗാളി നടി ഇന്നാള് വന്ന് പറഞ്ഞ കേൾക്കാം. And so I was, trying to talk, and I was play acting. And then all of a sudden, after he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair, which was not done. So I excused myself. I got out of the room. It's shocking. Look, this isn't shocking because I know that. So I felt little uncomfortable because I'm not in that friendlier zone with him that he could, just play with my bangles. But I was trying to give him that benefit of doubt. I thought maybe I'm overthinking about this. Maybe he just wants to, see my bangles. Maybe Kerala. Whatever. I don't know what I was thinking. So, but I was not feeling okay with it. I was not comfortable with it. And it was dark, very dimly lit room. പറഞ്ഞാൽ കിടക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് പറയാം. അത് മലയാള സിനിമ കാണും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ വലിയ ഡയറക്ടർ, തിരക്കഥാകൃത്ത്, അങ്ങനെ ഇങ്ങനെ ഭയങ്കര സമൂഹത്തിൽ വിലയും നിലയുമുള്ളയാള്, എന്തും സാധിക്കുന്നയാള്. അപ്പൊ ഇവരിയ്ക്കാൻ പറയണ കിടക്കുന്ന സ്ത്രീകൾ കാണും. ബംഗാളി എന്നൊക്കെ വന്ന പെണ്ണിനെ അങ്ങനെ ഒന്ന് വളച്ചെടുക്കാന്നൊക്കെ ഓർത്ത് ഹെയറിലും നെക്കിലും ഒക്കെ തലോടി താങ്ങിയൊക്കെ വന്നതാണ്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ പെൺകുട്ടിയെ കഥ പറയാനായിട്ട് കാരവാനിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് കയറി പിടിക്കുമായിരുന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇയാൾ ഇത്രയൊക്കെ കാലം കയറി പിടിച്ചിട്ട് മതിയായില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് അത്യാവശ്യം പ്രായമായില്ലേ, നരച്ചു തുടങ്ങിയില്ലേ? നരച്ചെന്നോർത്ത് പ്രായമായെന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ 40-40 വയസ്സാകുന്നതിനിപ്പുറം നരയ്ക്കും. ഓക്കെ, എന്നാലും രഞ്ജിത്തിനൊക്കെ അത്യാവശ്യം പ്രായമായി, നമുക്കത് അറിയാവുന്നതാണ്. നമ്മുടെ കൺമുമ്പിലുള്ളവരായിരുന്നല്ലോ. അപ്പൊ ഒരു പൊടിക്കൊക്കെ ഒതുങ്ങാൻ സമയമായില്ലേ? ഇപ്പോഴും ഈ 25ന്റെ പഠിക്കാൻ നിൽക്കുന്ന പോലെ കയറി പിടിക്കേണ്ട കാര്യമുണ്ടോ?
അല്ലെ അവക്കത്ര ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ അവക്കത്ര താല്പര്യമാണ്, അവൾക്ക് വലിയ ചാൻസ് സിനിമയെ കിട്ടണം, വലിയ സിനിമാ നടിയാകണം, അതിനുവേണ്ടി ആരുടെ കൂടെയും കിടക്കാൻ അവൾ തയ്യാറാണെങ്കിൽ അവളുടെ സമ്മതത്തോടു കൂടിയൊക്കെ ആകാം. ഇത് അതിന് പകരം കയറി പിടിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് അതിന്റെ സത്യാവസ്ഥയൊന്നും അറിയത്തില്ല. മലയാള സിനിമയെന്ന് വരുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് ഈ പറയുന്ന പരാതിക്കാരിയോ ഇയാള് പറയുന്നതോ ഒന്നും വിശ്വാസത്തിലെടുക്കത്തില്ല. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും ഒരു കാര്യം. ഇത്രയും വൾഗറാണ് നമ്മുടെ മലയാള സിനിമാ ഫീൽഡ്. മലയാളം അല്ല, എല്ലാം അങ്ങനെയാന്ന് തോന്നുന്നു. കാരണം ഇവരെല്ലാരും പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയും വൃത്തികെട്ട ഇനങ്ങളാണ്. ഈ പുറമേ കാണുന്ന മേക്കപ്പിലോ ഇതിലോ ഒന്നും, അല്ലെ വിളക്ക് കത്തിച്ച് വെക്കുന്നതിന് പകരമാകും, ഐശ്വര്യമാകും എന്നൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല. അവരുടെയൊക്കെ റിയൽ ഇതിപ്പോ തന്നെ രഞ്ജിത്ത് ആ ചെറുക്കന്റെ നേക്കഡായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് തന്റെ ഗേൾ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു എന്നാ പറയും. ആ ചെറുക്കന്റെ ആ ഫോട്ടോ കണ്ട് ആസ്വദിച്ച് തിരിച്ച് ഫോണിൽ കൂടെ സംസാരിക്കാനും ചിരിക്കാനും എല്ലാം തോന്നുന്ന ഒരു സ്ത്രീ അപ്പുറത്തുണ്ട്. രഞ്ജിത്ത് അന്ന് ആ ഹോട്ടലിൽ താജിൽ താമസിക്കുമ്പോ അയാൾ എന്തൊക്കെ ചെയ്തോ അതിന്റെ എല്ലാം ഫോട്ടോയും, അല്ലെ അവനെ തുണിയില്ലാ നിർത്തിയിട്ടുള്ള ഫോട്ടോയും എല്ലാം എടുത്തിട്ട് അതൊരു ഗേൾ ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് അവൾ അത് കണ്ട് ആസ്വദിക്കുന്നു. അപ്പൊ അപ്പുറത്തെ തലക്കിലിരിക്കുന്ന അവൾ ഈ രഞ്ജിത്തിനെക്കാട്ടും കഷ്ടമല്ലേ? അത് എക്സ് ഓർ വൈ ആരും ആയിക്കോട്ടെ. അപ്പൊ നമ്മളുടെയൊക്കെ സങ്കല്പം അനുസരിച്ച് ഈ ഇവരുടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.